തൃക്കാക്കരയിലുള്ള കൊച്ചിൻ പബ്ലിക് സ്കൂളിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. വൈകിയെത്തിയ 5ാം ക്ലാസ്സുകാരനെ, 11 വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുള്ളത്. ഈ കുട്ടിയെ ആദ്യം ഈ സ്കൂളിൻ്റെ ഈ പരിസരത്തു കൂടി 2 റൗണ്ട് ഓടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക് ഇരുത്തി എന്നാണ് സ്കൂളിനെതിരെയുള്ള പരാതി. ഈ ഇരുട്ടുമുറി എന്ന് പറയുന്നത് ഈ മുകളിലത്തെ നിലയിലുള്ള സ്കൂളിൻ്റെ ലാബായിരുന്നു. അവിടെയാണ് ഈ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തിയതെന്നാണ് പറഞ്ഞത്. ഓടിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇരുത്തി, ക്ലാസ് മുറിയിൽ ഇരുത്തി. ഒരു ക്ലാസ് മുറിയിൽ അവർ പറഞ്ഞ് എന്തായാലും ഞാൻ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ ഇരുത്താൻ പറ്റില്ല, വേറൊരു ക്ലാസ് റൂമിൽ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അവിടെ ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ക്ലാസ് മുറിയാണ്. ലൈറ്റ്സ് ഇട്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. മാതാപിതാക്കൾ ഈ സ്കൂളിലേക്ക് എത്തിയപ്പോൾ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഒരു വിഷമത്തിലിരിക്കുന്ന ഈ കുട്ടിയെയാണ് കണ്ടത്. അതിനുശേഷമായിരുന്നു പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളും ഒക്കെ എത്തി സ്കൂൾ വലിയൊരു പ്രതിഷേധമൊക്കെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞ് വൈകി വന്ന കുട്ടിയുടെ പാരൻസിനെ അറിയിക്കുന്നതിന് മുമ്പ് മുഴുവൻ ശിക്ഷ അവർ നടപ്പിലാക്കി കഴിഞ്ഞു. അവർ കുട്ടിയെ 2 റൗണ്ട് ഓടിച്ചു, പിന്നെ ആ മുറി കൊണ്ട് ഇരുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പാരൻസിനെ അറിയിക്കുകയും ഇവിടുന്ന് TC മേടിച്ച് കൊണ്ടുപോകണം എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധവുമായി മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ എത്തിയപ്പോൾ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി. തുടർന്ന് കുറച്ച് പേർ, അതായത് ഏതാനും മണിക്കൂറുകൾ നേരം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ, കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും തമ്മിൽ സംസാരിച്ചപ്പോൾ കുട്ടി ഇവിടെ പഠിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു നിലയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. മറ്റു കുട്ടികളിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി നിർത്തി പാരൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ കുട്ടിക്കുണ്ടായ മാനസികാവസ്ഥ അത് ചോദിക്കാൻ വന്ന പാരൻസിനോട് ഇവരുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, ഇതെല്ലാം ഈ നിലയിൽ പ്രശ്നം എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിഷേധത്തെ തുടർന്ന് തൃക്കാക്കര പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും എത്തിയിട്ടുണ്ട്. അതായത് ഈ മാതാപിതാക്കളോടും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളോടുമൊക്കെ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ ഇരുട്ട് റൂമിൽ ഇരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നിലവിൽ പ്രിൻസിപ്പലും അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം സ്നേഹ മോലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.